ആഹരിക്കൽ എന്ന പ്രപഞ്ചനിശ്ചയം. ഭാഗം 3. ഹിംസ്രമാർഗത്തിലൂടെ മാംസം തേടാൻ ആവും വിധമുള്ള ഘടനയും അവയവങ്ങളും പ്രവർത്തനങ്ങളും സംഭവിക്കുന്നില്ല എന്നതുതന്നെ മാംസഭോജനം മനുഷ്യൻ എന്ന ജീവവൈഭവത്തിൻ്റെ ആവശ്യകത ആവുന്നില്ല എന്ന വ്യക്തത തരുന്നു. മനുഷ്യരൂപത്തിൻ്റെ നഖങ്ങളും പല്ലുകളും നാവും ഒന്നും മാംസഭോജനത്തിന് പറ്റുന്ന വിധം സൃഷ്ടിക്കപ്പെട്ട നിലയിൽ ആകുന്നുമില്ല. മാത്രവുമല്ല, ശരീരം കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും തൽഫലമായ പ്രവർത്തനശേഷി കൊണ്ടും മനുഷ്യൻ എന്ന ജീവാവസ്ഥ അധ്വാനിച്ച് സൃഷ്ടിച്ച് ഭക്ഷിക്കുന്നതിന് പ്രാപ്തിയുള്ളതും അങ്ങനെ ആയിത്തീരേണ്ടതുമാണെന്ന വ്യക്തത തരികയും ചെയ്യുന്നു. മറ്റ് എല്ലാ ജന്തുക്കളെയും പോലെ മനുഷ്യനും ആക്രമിക്കുന്നുവെങ്കിലും കീഴടക്കുന്നുവെങ്കിലും അത് മറ്റു ജന്തുക്കളുടേതുപോലെ കേവലം ഒരു കായികശേഷിയുടെ പ്രയോഗം എന്നതായി സാധ്യമാവുന്നുമില്ല. മനുഷ്യൻ എന്ന അവസ്ഥയിലെ ജീവന്റെ ആയുധങ്ങൾ പോലും ബുദ്ധി നിമിത്തം സംഭവിക്കുന്ന പ്രകൃതിയുടെ അവസ്ഥാവ്യതിയാനം മാത്രവുമാണ്. ബുദ്ധിയുടെ നിർമ്മിതി എന്ന ആയുധം എന്ന രൂപത്തിൽ പ്രകൃതിയെ ജീവന്റെ പ്രവർത്തന ഭാഗമാക്കി ക്രമീകരിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രം. മറ്റ് ജീവവർഗങ്ങൾക്കൊന്നും കാര്യമായി സാധിക്കാനാവാത്ത വിധമുള്ള കൃഷിയും ജന്തുപരിപാലനവുമായ അധ്വാനത്തിലൂടെയും മനുഷ്യജീവൻ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ സവിശേഷമായ കഴിവ് എന്നത് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാനുള്ള ജീവന്റെ ശേഷിയാർജിക്കലിന്റെ ആദ്യ ഘട്ടം എന്ന അനുഭവ പരിചയവുമാകുന്നു. അതുകൊണ്ടുതന്നെ എല്ലാറ്റിൻ്റെയും സൃഷ്ടികാരണമാകേണ്ടുന്ന പൂർണ്ണ വൈഭവത്തോളം എത്തുന്നതിനായി സൃഷ്ടിക്കപ്പെട്ട ജീവശേഷികൾക്ക് സകല ഊർജത്തിൻ്റെയും അടിസ്ഥാന സ്രോതസ്സായ ഭക്ഷണം നിർമ്മിക്കുന്നതിൽ കണിശമായ ലക്ഷ്യബോധം ഉണ്ടാവേണ്ടതുമുണ്ട്. മനുഷ്യന്റെ ചിന്താ പദ്ധതികൾക്കും വളർച്ചയ്ക്കും ലക്ഷ്യപ്രാപ്തിക്കും ഇണങ്ങുന്നതും എളുപ്പത്തിൽ വിനിയോഗിക്കാവുന്നതുമായ ഭക്ഷണം ജീവന്റെ സസ്യരൂപത്തിലെ നിക്ഷിപ്താവസ്ഥകളാണ്. ചിന്താരഹിതവും സങ്കല്പരഹിതവും എന്നാൽ സമൃദ്ധവുമായ സസ്യതര ഊർജ നിക്ഷിപ്തതകളെ മനുഷ്യന് സ്വന്തം സങ്കല്പം സന്നിവേശിപ്പിച്ച് ജീവശേഷിക്കായി ഭക്ഷിക്കുക എളുപ്പമുള്ള കാര്യവുമാണ്. ജന്തുശരീരം എന്നത് സ്വയമായി തന്നെ അത്രത്തോളം എത്തുന്ന കർമ്മവും സങ്കല്പവും ആയതുകൊണ്ട് മനുഷ്യസങ്കല്പങ്ങളും ജന്തുസങ്കല്പങ്ങളും കൂടിക്കലർന്ന സംഗമാവസ്ഥയായി മാത്രമേ മാംസഭക്ഷണത്തിന് ജീവനിൽ ഊർജമായി പ്രവർത്തനമായി നിൽക്കുന്നതിന് സാധ്യമാവുന്നുള്ളൂ. ഇവിധമായതുകൊണ്ട് മനുഷ്യന് സസ്യതര ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് സാധ്യമായി തീരുകയും ചെയ്യുന്നു. ഭാരം പേറുന്ന ശക്തിയുള്ള വാഹനം എന്നതും അതിൻ്റെ പ്രവർത്തനവും ലക്ഷ്യപ്രാപ്തിയും എന്നതും മനുഷ്യമനസ്സിൻ്റെ പ്രാവർത്തികതയുടെ സാക്ഷാത്കാരമാണ്. യന്ത്രങ്ങൾ കൊണ്ട് ചെയ്യുകയും നേടുകയും എന്നത് വന്യമായ കായബലത്തിൻ്റെയോ ഹിംസ്ര സ്വഭാവത്തിൻ്റെയോ നേട്ടമാകുന്നില്ല. ഇവിടെ മനുഷ്യന്റെ നിതാന്ത ജാഗ്രത എന്ന സസ്യജന്യമായ ശാന്തതയാണ് ലക്ഷ്യത്തിലെത്താനുള്ള ഊർജത്തെ നിർമ്മിക്കുന്നത്. സാമൂഹിക ജീവിതത്തിൻ്റെ തലമുറകൾ കടന്നുവരുന്ന യോഗ്യതയ്ക്കും ലോകം മൊത്തത്തിലും വേണ്ടുന്ന യഥാർത്ഥ ലക്ഷ്യബോധത്തിൻ്റെ മുമ്പോട്ടുപോക്കിനും സസ്യാഹാര ബോധത്തിൻ്റെ വ്യാപനം പ്രകൃതിജമായ അനിവാര്യത ആയിത്തീരുന്നു. മാംസം തീയിൽ പാകപ്പെടുത്തിയാൽ മാത്രം ഭക്ഷ്യയോഗ്യമാവുന്ന അവസ്ഥയാണ് ഇന്നോളം എത്തിയ നാം മനുഷ്യർ എന്ന ഉന്നത നിലവാരമുള്ള ജീവനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മാംസം എന്നത് സ്വയം ലക്ഷ്യം ക്രമീകരിച്ച് പ്രവൃത്തി ചെയ്യാൻ പ്രാപ്തമായ ജീവന്റെ ദൃശ്യതയും ഊർജ സംഭരിതാവസ്ഥയുമാണ്. മനസ്സിന്റെ ലക്ഷ്യത്തിന് വിധേയമായി സൃഷ്ടിപരമായ സ്വയം പ്രവർത്തനം സാധ്യമാക്കുന്ന ഊർജ സംഭരിതാവസ്ഥ എന്ന മനുഷ്യജീവൻ മാംസത്തെ അതിൻ്റെ യഥാർത്ഥമായ അവസ്ഥയിൽ ഭക്ഷിക്കുമ്പോൾ അതിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജീവവാസനകളും സ്വഭാവങ്ങളും
ദഹനം എന്ന വിഘടന പ്രവർത്തനത്തിലൂടെ ജീവനിലേക്ക് പ്രവേശിച്ച് കാരണാവസ്ഥയായി ചേരുന്നു. ആഹരിക്കപ്പെടുന്നുവെങ്കിലും ആ പരജീവിയുടെ പൂർണ്ണ സ്വഭാവം പക്ഷേ ആഹരിക്കുന്ന മനുഷ്യജീവനിലേക്ക് പ്രവേശിച്ച് വ്യക്തി ഒരു വന്യജീവി ആയിത്തീരുന്നതായി കാണാനുമാവുന്നില്ല. പ്രകൃതി മനുഷ്യജീവനെ സാഹചര്യങ്ങളും അവസ്ഥകളുമായി നിയന്ത്രിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നിയമനിർബന്ധങ്ങളും അനിവാര്യതകളും മൂലം സമ്മർദ്ദത്തിൽപ്പെട്ട് ജീവശരീരത്തിൽ എത്തിച്ചേരുന്ന വന്യഗുണം പരിവർത്തിതമായി സാത്വികമായി വരുന്നതുകൊണ്ട് ഇപ്രകാരം സംഭവിക്കുന്നു. വികാസം പ്രാപിച്ച മനുഷ്യസങ്കല്പത്തിന് ഒക്കാത്തത് നിമിത്തം ജന്തുശരീരത്തെ തനത് നിലയിൽ ഭക്ഷിക്കുന്നതായി സംഭവിക്കുന്നില്ല. എന്നാൽ തീയിൽ പാകപ്പെടുത്തുന്ന ജന്തുശരീരം മനുഷ്യർക്ക് പലപ്പോഴും ഇഷ്ടഭക്ഷണം ആവുകയും ചെയ്യുന്നു. ജീവവർഗങ്ങൾക്കിടയിൽ മറ്റൊന്നിനും സാധ്യമാവാത്ത വിധം തീയിൽ പാകപ്പെടുത്തിയാൽ മാത്രമേ ചിന്തിക്കുന്ന മനുഷ്യനും ശുചിത്വബോധം പ്രാപിച്ച ജീവനും മാംസം ഭക്ഷ്യയോഗ്യമായ വസ്തു ആകുന്നുള്ളൂ. മാംസം എന്നത് ആ ജീവനിൽ നിക്ഷിപ്തമായ തനത് ചിന്തകളുടെയും പ്രവർത്തനങ്ങളുടെയും പ്രതീകമായിരിക്കുന്നതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ച് അത് വന്യഗുണമായിരിക്കുകയും സ്വന്തം ജീവന് യോജ്യമല്ലാതിരിക്കുകയും ചെയ്യുന്നത് നിമിത്തം തീയിൽ വേവിക്കാതെ ഭക്ഷിക്കാൻ കൊള്ളാത്തത് ആവുന്നു. വിചാരങ്ങളും പ്രവർത്തികളും കൊണ്ട് അധമവും അതുകൊണ്ട് തന്നെ വന്യവുമായതിൽ നിന്ന് ജീവനെ അകറ്റി നിർത്തി മനുഷ്യചേതനയെ കൂടുതൽ വികാസത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയയെ സഹായിക്കലാണ് ആഹാരം പാകപ്പെടുത്തുന്നതിലെ അഗ്നിയുടെ ദൗത്യം. അതായത് അഗ്നിയുടെ ഇടപെടലിലൂടെ വന്യമായ ഊർജം പരിവർത്തിതമാകുന്നു. സസ്യജാലങ്ങളെപ്പോലെയുള്ള നിശ്ചല ജീവനുകൾക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന വിധമുള്ള ചീഞ്ഞ് വിഘടിതമായ അവസ്ഥകളുടെ നേരിട്ടുള്ള ഉപയോഗവും മനുഷ്യജീവന് യോജ്യമാവുന്നില്ല. ചിന്തയും ചലനാത്മകതയുടെ ലക്ഷ്യബോധവും ഉയർന്നതാവണമെങ്കിൽ ആഹാരവും അതിനൊത്ത യോഗ്യത ആയി തന്നെ ഇരിക്കണമെന്നത് ഇവിധമൊക്കെ പ്രകൃതി മനുഷ്യനെ അറിയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഉന്നത മനസ്സുകളെ ജനിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും അതിപ്രധാനമായ പങ്ക് വഹിക്കുന്നതാണ് ആഹാരക്രമം. ആഹാരം അഗ്നിയിൽ പാകപ്പെടുത്തുക എന്നത് സവിശേഷമായ രുചിയുണ്ടാക്കുക എന്ന ബുദ്ധിയും സങ്കല്പവും ജീവന്റെ താൽപ്പര്യങ്ങളും നിമിത്തമായി നടക്കുന്ന പ്രവർത്തനമാകുന്നു. ഈ പ്രവർത്തനത്തിന്റെ സൂക്ഷ്മമായ അർത്ഥം അഗ്നിയിലൂടെ ജനിച്ചു വളർന്ന് അഗ്നിയിലൂടെ ശക്തി സംഭരിച്ച് അഗ്നിയായി പ്രവർത്തിച്ച് പൂർത്തീകരിക്കുക എന്ന ജീവലക്ഷ്യത്തിന് യോഗ്യമാകത്തക്ക വിധം ഭക്ഷ്യവസ്തുവിനെ ക്രമീകരിക്കുക എന്നതുമാണ്. സ്വയം തിരിച്ചറിയുന്നില്ലെങ്കിൽ പോലും പ്രകൃതി നിശ്ചയപ്രകാരം ജീവൻ ഇതെല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് കാണാനാവുകയും ചെയ്യുന്നു. എന്നാൽ സസ്യങ്ങളുടെ ഫലങ്ങളും വിത്തുകളും മറ്റും അഗ്നിയിൽ പാകപ്പെടുത്താതെ തന്നെ മനുഷ്യൻ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഭക്ഷിക്കുന്നത് ജീവനെ സംബന്ധിച്ചിടത്തോളം ഗുണകരവും ആരോഗ്യപ്രദവുമായി അനുഭവത്തിലും വരുന്നു. സ്വയമായ വിചാരവികാരങ്ങളാവുന്ന സങ്കല്പങ്ങളുടെ നിക്ഷിപ്താവസ്ഥയല്ലാത്ത ഇങ്ങനെയുള്ള ഫലങ്ങളും വിത്തുകളും ജീവിതത്തിലൂടെ പ്രകാശപ്രവർത്തനത്തിന്റെ പരിപൂർണതയായി സംഭവിച്ചു നിൽക്കുന്ന ഊർജ നിക്ഷിപ്താവസ്ഥയും പരമമായ സാത്വിക സ്വഭാവവും ആണെന്ന് കാണാനാവുന്നു. അഗ്നിയിൽ പാകപ്പെടുത്തുന്ന ഭക്ഷണത്തിന് തുല്യമായ ഗുണവിശേഷം ഈ ഫലങ്ങൾക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. പ്രകൃതി നേരിട്ട് പാകപ്പെടുത്തുന്നു എന്ന നിലയിൽ മനുഷ്യൻ ചെയ്യുന്ന പാചകത്തെക്കാളും ഫലങ്ങളും വിത്തുകളും മിക്കവാറും വിശിഷ്ടമായി വരികയും ചെയ്യുന്നു. ചലനം, ആക്രമണം, രക്ഷപ്പെടൽ തുടങ്ങിയ ജന്തുജന്യമായ നിർബന്ധ ബുദ്ധിയും പ്രവർത്തനശേഷിയും കുറവായ സസ്യങ്ങളിലും ജന്തുക്കളെപ്പോലെ തന്നെ ഒരുപക്ഷെ ജന്തുക്കളെക്കാൾ കൃത്യതയും പൂർണ്ണതയുമുള്ള ഊർജ വൈവിധ്യങ്ങളും സംഭരിതമായിരിക്കുകയും ചെയ്യുന്നു.
ഊർജ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന സസ്യശരീരം ഒരു സംഭരിത ശേഷി എന്നതിനപ്പുറം കർമ്മത്തിനായി ഉപയോഗിച്ച് മറ്റു ജീവന്റെ തന്ത്രങ്ങളെയും താൽപ്പര്യങ്ങളെയും തന്നിലേക്ക് കലർത്തി കളങ്കപ്പെടാത്ത ഒന്നായി നിലകൊള്ളുന്നു. മനുഷ്യാവസ്ഥയ്ക്ക് ആവശ്യമുള്ള ഈ പൂർണോർജം ആഹരിക്കുന്നതിലൂടെ മലിനപ്പെടാത്ത പ്രവർത്തനക്ഷമതയായി മനുഷ്യജീവന്റെ സംഭരിത ഗുണം വികസ്വരമായി തീരുന്നു. സാത്വികമായ ഈ സംഭരിതോർജത്തെ തലമുറയായി ഭക്ഷണമായി സ്വീകരിച്ച് സങ്കല്പം കൊണ്ട് കർമ്മത്തിൽ എത്തിക്കുന്ന മനുഷ്യർ മാംസഭുക്കുകളായ മനുഷ്യരെക്കാൾ കൂടുതൽ ഏകാഗ്രത ഉള്ളവരും ദീർഘകാല നിരീക്ഷണം കൊണ്ട് എന്തിനേയും പറ്റി പഠിക്കുന്നതിന് ക്ഷമയുള്ളവരും ആയി തീരുന്നു. ഊർജത്തെ സങ്കല്പം കൊണ്ട് സ്വന്തമാക്കി മാറ്റുന്നതുപോലെ നിരന്തരമായ സാധന കൊണ്ട് എന്തിനേയും തൻ്റെ അധീനതയിലെത്തിക്കാൻ കഴിവുള്ളവരും മനുഷ്യന്റെ നന്മതിന്മകൾ നിമിത്തമുള്ള പ്രകൃതിയുടെ സൂക്ഷ്മതരമായ താപത്തെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളവരും ആയി തീരുന്നു. ഏകാഗ്രതയിലൂടെയും മനസ്സിന്റെ ശാന്തതയിലൂടെയും ഇവയത്രയും സംഭവിക്കുന്നു എന്നതുകൊണ്ട് ഈ വിധമായ പൂർണ്ണത സസ്യഭോജികൾക്ക് മാത്രം സാധിക്കുന്നതുമാണ്.